എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന തേങ്ങയരച്ച മീൻകറിയുടെ റെസിപ്പിയാണിത്. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ മത്തി നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. മത്തി ക്ലീൻ ചെയ്യാനാണ് കുറച്ച് ടൈം എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തല കട്ട് ചെയ്യാം. ഞാനിവിടെ തല കട്ട് ചെയ്യാണ്ടാണ് മീൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ തേങ്ങ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കറിയിലേക്ക് അരപ്പുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് വലിയ മുളകാണ്, ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ചെറുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം. ഞാൻ എന്താ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ആദ്യം അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. പിന്നെ 3 ചെറുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഞാൻ കോൽപ്പുളി ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അത് വേണ്ടെങ്കിൽ 2-3 തക്കാളി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുടംപുളി ചേർക്കാം. ബട്ട് കോൽപ്പുളി ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കോൽപ്പുളി ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമാണ് കറിക്ക്. കുറച്ചധികം ഒഴിച്ചാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇനി അരപ്പ് ചെറുതായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ. കുറച്ച് തിക്കായിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇനി കറി ഒന്ന് തിളച്ചു വരുമ്പോൾ മാറ്റിവെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ച മത്തി കറിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് കറി അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് കറിയിലേക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം. ഇനി കറി താളിക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കണം. എന്നിട്ട് ഒരു 10 ചെറുള്ളിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഏത് മീനാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെടും. അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയാണ് മെയിനായിട്ട് കഴിക്കേണ്ടത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കണം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് തേങ്ങയരച്ച് കറി വെക്കാറുള്ളത്, അതോ എന്തെങ്കിലും റെസിപ്പി മിസ്സായിട്ടുണ്ടോ? നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.